എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഫിറ്റ് ആവുമോ അതിന്റെ സെക്കൻഡ് പാർട്ട്. എന്തൊക്കെയാണ് എക്സസൈസ് ചെയ്യാൻ പോകുന്നത്? റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ നിങ്ങളുടെ സ്കിന്ന് ഫിറ്റ് ആയിരിക്കും. മസിലിന്റെ കോൺട്രാക്ഷൻ കൊണ്ട്, മസിൽ എക്സസൈസ് കൊണ്ട് ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അത് എല്ലാ സ്ഥലത്തും ന്യൂട്രിയൻസിനെയും ഓക്സിജനും എത്തിക്കും. ഞങ്ങളുടെ ബോഡിയുടെ എല്ലാ പാർട്ടിനെയും ന്യൂട്രിയൻസിനും എത്തിക്കും. എന്നിട്ട് അത് സ്കിൻ സെല്ലിനെ റീജനറേഷൻ ചെയ്യും. ആൻഡ് പ്രിവെൻഷൻ ഓഫ് റിങ്കിൾസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യോഗ ഹെൽപ്സ്. യോഗ ഈസ് ഗുഡ് ഫോർ എ ഗ്ലോയിങ് സ്കിൻ. ഈ ആസനാസ്, കുറെ ആസനാസ് ഉണ്ട്, അതിൽ കുറച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ആസനാസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പ്രാണായാമ, പിന്നെ സർട്ടൻ ബ്രീത്തിങ് എക്സസൈസ്, പല ടൈപ്പ് ബ്രീത്തിങ് എക്സസൈസും ഉണ്ട്. പിന്നെ ഹെഡ് സ്റ്റാൻഡ്, ഫിഷ് പോസ്. അപ്പോൾ വെറുതെ ഒന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ. റെഗുലറായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനും സ്കിൻ ഫിറ്റ് ആകാനും ഹെൽപ്പ് ചെയ്യും. ഇത് പ്രാണായാമ, ഇതാണ് പ്രാണായാമം. ഇത് ഞാൻ ചെയ്യുന്നതാണ്. ഇത് വെറുതെ ഒരു ഡെമോ. നിങ്ങൾ നല്ല ഒരു യോഗ മാസ്റ്റർ എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു ഈസിയാണ്, ബേസിക്സ് ആണ് യോഗയുടെ. സെക്കൻഡ് വൺ, ഹെഡ് സ്റ്റാൻഡ്. ഹെഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ബ്ലഡ് സർക്കുലേഷൻ. എല്ലാ ബോഡിയിൽ എല്ലാ പാർട്ടിനും ഇത് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, ന്യൂട്രിയൻസ് എത്തിക്കും, ബോഡി വിൽ ബി ഫിറ്റ്. പിന്നെ പല ടൈപ്പ് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ബ്രീത്തിങ് എക്സസൈസ് ഓരോ ബ്രീത്ത് ചെയ്യുമ്പോൾ ഞങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും, ന്യൂട്രിയൻസ് എല്ലാം നിർത്തുകയും ചെയ്യും. ഞങ്ങളുടെ ലങ്സ്, ഹാർട്ട് എല്ലാം നല്ല പമ്പ് ചെയ്യാൻ തുടങ്ങും. ബ്രീത്തിങ് ടെക്നിക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ any type of exercise. That's all for today. Please take care of yourself.